വില്ലൻ ക്യാരക്ടറിൽ നിന്ന് ക്യാരക്ടർ റോളിലേക്കൊക്കെ ദേശാടനത്തിലൊക്കെ അങ്ങനെ ഹൃദയം കീഴടക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. എങ്ങനെ ആ വില്ലനിൽ നിന്നും ഇങ്ങനെ ഒരു മാറ്റം അതിനെ ഉൾക്കൊള്ളാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അത് എന്നോട് പലരും ചോദിക്കുന്നു. പക്ഷെ അതൊരു ഒരു ഒരു ശരിയായ ചോദ്യമാണെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ ഒരു വില്ലൻ എന്നുള്ള കഥാപാത്രം അല്ലത്. അതായത് വില്ലനായിട്ട് അപ്പോൾ അത് പണ്ടായിരുന്നു. പറഞ്ഞ എം.എൻ. നമ്പ്യാർ സാറൊക്കെ അഭിനയിക്കുന്ന കാലമുണ്ട്. മീശയും പിടിച്ചു ഭയങ്കര ലുക്കും ഒക്കെ അതായിരുന്നു വില്ലൻ എന്നുള്ള. അതല്ലല്ലോ വില്ലൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊക്കെ അഭിനയിക്കുന്ന കാലത്ത് ഒരു കഥാപാത്രമാണ്. ഇറ്റ്സ് എ ക്യാരക്ടർ. അതൊരു ക്യാരക്ടറാണ്. ഇപ്പം അതേ ഞാൻ പല സിനിമയിലും ചെയ്ത വില്ലൻ ക്യാരക്ടറിന് വേണമെങ്കിൽ അയാൾക്ക് ഒരു പോസിറ്റീവ് അറ്റ് ദ എൻഡ്, ആ സിനിമയുടെ അവസാനം ഇയാൾ ഇതൊക്കെ ചെയ്തത് ഒരു നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. അല്ല ഇയാൾ ഇത്രയും ചെയ്തത് ഇയാളുടെ അച്ഛനെ കൊന്നയാൾ, അല്ല അമ്മയെ അല്ല പെങ്ങളെ റേപ്പ് ചെയ്തു, അവനുള്ള പ്രതികാരമായിരുന്നു ഇയാൾ ചെയ്തതെന്ന് അവസാനം ഒന്ന് മാറ്റിയാൽ പോരെ. ഇപ്പം ഹീറോ ആയില്ലേ ഇയാൾ. അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ക്യാരക്ടറായിട്ടാണ് ഞാൻ എപ്പോഴും കഥാപാത്രം സമീപിക്കുന്നത്. കോമഡി, വില്ലൻ, ഇങ്ങനെയുണ്ടല്ലോ ഹാസ്യ കഥാപാത്രം. അതിന് അവാർഡുകൾ പോലും അങ്ങനെ കൊടുക്കുന്നതിനോട് അഭിപ്രായം ഇല്ല എനിക്ക്. വില്ലനുള്ള അവാർഡ്, ഹാസ്യ നടനുള്ള അവാർഡ്, ക്യാരക്ടർ നടനുള്ള അവാർഡ്, നടനുള്ള അവാർഡാണ്. അത് നടനായിരിക്കണം. നടൻ എന്തായിരിക്കണം? ഏത് കഥാപാത്രവും, എല്ലാ കഥാപാത്രവും എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതിയൊക്കെ അനുസരിച്ചിരിക്കും. ഇപ്പം എങ്കിലും ആ ക്യാരക്ടേഴ്സ് മാറി മാറി ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നടൻ എന്ന് പറയുന്നത്. അതാണ് ആർട്ടിസ്റ്റാണ്. സ്റ്റാർ വേറെയാണ്. സ്റ്റാർഡം എന്ന് പറയുന്നതും ഒരു പ്രോഡക്റ്റ്, ഒരു സാധനം വിൽക്കാൻ വയ്ക്കുന്ന സാധനമാണ്. അപ്പോൾ അയാളുടെ സ്റ്റാർഡത്തിനാണ് വില. ഇപ്പോൾ രജനീകാന്ത് സ്റ്റാറാണ്. രജനീകാന്തിൻ്റെ ഒരു പടം പ്ലാൻ ചെയ്താൽ അപ്പം തന്നെ ഇത്ര കോടിക്ക് കച്ചവടമാകും. അപ്പം എന്ന് പറഞ്ഞ പോലെയാണ്. അതൊരു സ്റ്റാർഡമാണ്. പക്ഷേ രജനീകാന്ത് സാർ അദ്ദേഹം വലിയൊരു നടനും കൂടിയാണ്. അതും മറ്റൊരു കാര്യം. ഇതും പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, വേറെ ഇംഗ്ലീഷ് നടൻ ശ്വാസനഗർ എന്ന് പറഞ്ഞ നടനുണ്ടായിരുന്നു. അദ്ദേഹത്തെ പറ്റിയുണ്ട്. അദ്ദേഹത്തെ ബൈസപ്സ് ഇത്ര, മറ്റേ ട്രൈസപ്സ് ഇത്ര, മറ്റേ ചെസ്റ്റ് ഇത്ര, അങ്ങനത്തെ ഫിസിക്കലിനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അഭിനയത്തിനെ പറ്റി വളരെ ചെറിയ മാർക്കേ ഉള്ളൂ. ബാക്കി അത് അങ്ങനത്തെ കഥാപാത്രം അഭിനയിക്കുന്നത് അദ്ദേഹത്തെ. അപ്പോൾ അത് മറ്റൊരാൾക്ക് പറ്റൂടെ? ആ ഫിസിക്ക് വെച്ചിട്ട് അതിന് പറ്റുന്ന കഥാപാത്രങ്ങൾ ഒരു ഹ്യൂമൻ ആയിട്ടാണ്, എല്ലാം പ്രപഞ്ചത്തെ മുഴുവൻ കീഴടക്കാൻ കഴിവുള്ള ഒരു മഹാശക്തിയായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമേജ് അതാണ്. അദ്ദേഹത്തെ അഭിനയിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അഡ്വാൻസ് കൊടുത്ത് പ്ലാൻ ചെയ്ത് അന്നേരം അത് ബിസിനസ് ആകുകയാണ്. അതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. സ്റ്റാറും ആക്ടറും രണ്ടാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്കൊരു ആക്ടറായാൽ മതി. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല കഥാപാത്രങ്ങൾ ചെയ്ത് ഹാസ്യ നടനാണെന്നോ വില്ലനാണെന്നോ നായകനാണെന്നോ ഒരു സങ്കല്പത്തിലല്ല ഞാൻ അഭിനയിക്കുന്നത്.